നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇനി ചേച്ചി വരുണിനെ കാണരുത്. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ പ്രത്യേകതയുള്ളൊരു ദിവസം. ഇന്ന് വരുൺ മറ്റൊരു പെൺകുട്ടിയെ കാണുന്നത് എനിക്കിഷ്ടമല്ല. എന്താ ചേച്ചി ഇത്? അത് ചെടിക്ക് വെള്ളം ഒഴിച്ചപ്പോ അറിയാതെ. കൊറേ നേരം ആയല്ലോ അറിയാതെ ഓരോന്ന് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് കരുതരുത്. പ്രിയ, മിണ്ടി പോരുത്. ചെടി നനയ്ക്കണ്ട, അത് കരിഞ്ഞുണങ്ങിക്കോട്ടെ. പോകുന്നുണ്ടോ അത്? എന്താ എന്തിനാ ചേച്ചിയുടെ പുറകെ ഇങ്ങനെ നടക്കുന്നേ? താൻ എന്തിനാ ഞാൻ എങ്ങോട്ട് പോയാലും അതിന്റെ പിന്നാലെ ഇങ്ങനെ വരുന്നത്? എനിക്ക് അവകാശം ഉള്ളതുകൊണ്ട്. ആ, അവകാശം ഉണ്ടല്ലോ. കണിമംഗലത്ത് നിനക്ക് നല്ല അവകാശം ഉണ്ടല്ലോ. എന്നാ ഒരു കാര്യം ചെയ്യും, ഈ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ട് അകത്തേക്ക് വാ. തുറച്ചു നോക്കണ്ട, ഇത് മുഴുവൻ ചെയ്തിട്ട് അകത്തോട്ട് വന്നാൽ മതി. നല്ലോണം നനയ്ക്കും. ഇങ്ങനെ നല്ലോണം നനയ്ക്കും. മുത്തശ്ശി, മോളെ, ഞാൻ അയാളെ വിളിച്ചു. ഇന്ന് അതിന് മറുകൃതി ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാ പറയുമേ. അപ്പൊ പിന്നെ എന്ത് ചെയ്യും മുത്തശ്ശി? എടി, ഇന്നത്തെ ദിവസം അവനും അവളും തമ്മിൽ കാണരുത്. അതെ, നിന്റെ ഉത്തരവാദിത്വ. എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ട് പിന്നെ എന്നെ വിളിക്കരുത്. ദിവ്യശക്തിയുള്ള കുങ്കുമ എത്ര ദൂരത്ത് നിൽക്കുന്നവരെയും ഒന്നിപ്പിക്കാനുള്ള ശക്തി അതിനുണ്ട്. നീ സൂക്ഷിച്ചോ, നിന്റെ ജീവിതം വെച്ചുള്ള കളിയാ. ചേച്ചി, ചേച്ചി എന്തിനാ എപ്പോഴും വരുണിന്റെ അടുത്തേക്ക് ചെല്ലുന്നേ? അല്ല, ഞാൻ കരുതിക്കുട്ടിയാണെന്നും ചെയ്യുന്നല്ല. എന്തേലും ജോലി എടുത്തോണ്ടിരിക്കുമ്പോ വരുൺ ചിലപ്പോ അടുത്ത് വരും. എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ ചോദിക്കും. കൂടുതലും നിന്നെ കുറിച്ച് ചോദിക്കുന്നേ. എന്നെ കുറിച്ചോ? എന്നെ കുറിച്ചൊക്കെ വരുൺ എന്ത് ചോദിക്കാനാ? ഞങ്ങളുടെ ജീവിതം എങ്ങനെയാന്ന് ചേച്ചി കാണാറില്ലേ? ഞാൻ ചേച്ചിയോട് ദേഷ്യപ്പെടാറുണ്ട്, പലപ്പോഴും ദ്രോഹിച്ചിട്ടുമുണ്ട്. അതിന് പ്രതികാരം ചെയ്യേണ്ടതേ എന്റെ ജീവിതം ഇല്ലാതാക്കിയിട്ടല്ല. നീ എന്താ പ്രിയ ഇങ്ങനൊക്കെ പറയുന്ന? പിന്നെ എങ്ങനെയാ പറയണ്ടേ? ചേച്ചി അവസരം മുതലെടുക്കാണെന്ന് ഞാൻ പറയാത്തത് എന്റെ മര്യാദ കൊണ്ടാ. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ചേച്ചിയോട് പറയാം.
ഇന്ന് ഇനി ചേച്ചി വരുണിനെ കാണരുത്. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ പ്രത്യേകതയുള്ളൊരു ദിവസം. ഇന്ന് വരുൺ മറ്റൊരു പെൺകുട്ടിയെ കാണുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാ പറഞ്ഞത്. അതനുസരിക്കാൻ പറ്റുമോ? ശരി, ഞാൻ കാണാതിരിക്കാം. വരുൺ ചിലപ്പോ ചേച്ചിയെ കാണാതാവുമ്പോ അന്വേഷിച്ച് വന്നെന്നിരിക്കും. വാതിലില് മുട്ടിയെന്നിരിക്കും. ചേച്ചി വാതിൽ ഒരിക്കലും തുറക്കരുത്. ഇല്ല, നാളെ നേരം വെളുക്കും വരെ ഞാൻ ഈ മുറിയിൽ തന്നെ ഇരുന്നോളാം. പോരെ? ചേച്ചിക്കറിയാലോ, മനസ്സിൽ ചില ആഗ്രഹങ്ങൾ സൂക്ഷിച്ചു എന്നല്ലാതെ ഞാൻ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കോളേജിൽ പഠിക്കാൻ പോയെടുത്തോ മ്യൂസിക് പ്രോഗ്രാമിന് പോയെടുത്തോ ഏതെങ്കിലും ആളുകളുമായിട്ട് എനിക്ക് എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നോ? അതിന്റെ പേരിൽ അച്ഛനും അമ്മയും വേദനിക്കേണ്ടി വന്നിട്ടുണ്ടോ? മോളെ, സിനിമയിൽ അഭിനയിക്കണമെന്നുള്ളത് എന്റെ മുൻപേ ഉള്ള മോഹമാണ്. ഇപ്പോഴും അതേ മോഹം എന്റെ മനസ്സിലുണ്ട്. അതൊരു വലിയ തെറ്റൊന്നും അല്ലല്ലോ. പക്ഷെ വരുണും ബാക്കിയുള്ളവരും ഒക്കെ എന്നെ കുറ്റപ്പെടുത്തുമ്പോ ഞാൻ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ചീത്ത പെണ്ണായിട്ടാ എനിക്ക് തോന്നുന്നേ. എല്ലാവരും എന്നെയും ചേച്ചിയും താരതമ്യം ചെയ്യും, എന്നിട്ട് മാർക്കിടും. രാധിക പ്രിയങ്കയെക്കാളും മേലെയാണെന്ന് കേട്ട് നിൽക്കുന്ന എനിക്ക് എത്ര വിഷമുണ്ടാവുമെന്നറിയോ? ഇവിടെ ഈ കണിമംഗലത്ത് എന്റെ ഭർത്താവിന്റെ അച്ഛൻ, മുത്തശ്ശി എല്ലാവർക്കും ചേച്ചിയെ കുറിച്ച് നല്ല വാക്ക് പറയാൻ മത്സരമാ. അപ്പോഴൊക്കെ എന്റെ അവസ്ഥ എന്താണെന്ന് ചേച്ചി ചിന്തിച്ചിട്ടുണ്ടോ? മോളെ, അവർക്ക് നിന്നെ ഇഷ്ടാണല്ലോ. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറയണ്ട. അവർക്ക് ആർക്കും എന്നെ ഇഷ്ടമല്ല. പിടിച്ചു നിൽക്കാനുള്ള ശ്രമങ്ങളാ ഞാൻ നോക്കുന്നേ. ചേച്ചിക്കറിയാലോ, ഇവിടെ എനിക്ക് സ്വസ്ഥതയില്ലെന്നും പറഞ്ഞ് ആറ്റുവാശ്ശേരിയിലേക്ക് വന്ന അച്ഛന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. അച്ഛൻ പിന്നെ ജീവിച്ചിരിക്കോ? എല്ലാം കൂടി ആലോചിച്ചിട്ടാ ഞാൻ പറയുന്നത്. ഇന്നത്തെ ദിവസം, ഈ ഒരു ദിവസമെങ്കിലും ചേച്ചി വരുണിനെ കാണാൻ പാടില്ല. ശരി, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ പുറത്തിറങ്ങില്ല. നീ ധൈര്യമായിട്ട് പോയിക്കോ. പ്രിയേ, എന്നെ സംശയിക്കരുതെന്ന് പറഞ്ഞാൽ നിന്റെ മനസ്സത് കേൾക്കില്ല. പക്ഷെ അച്ഛനും അമ്മ ആഗ്രഹിക്കുന്ന പോലെ, മുത്തശ്ശി ആഗ്രഹിക്കുന്ന പോലെ നിന്റെ ജീവിതത്തിനൊന്നും സംഭവിക്കരുതെന്ന് ചേച്ചി ആഗ്രഹിക്കുന്നുണ്ട്. പോയിക്കോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.